ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെന്ന എങ്ങനെയാണ് പ്രോപ്പർലി യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് എല്ലാ മാസവും ഒരു ട്വൈസ് എങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടാറുള്ളത്. അപ്പം ഞാനത് നിങ്ങൾക്കും കൂടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ ഹെയർ നിരയൊക്കെ വന്നിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കളർ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നാച്ചുറൽ ഒരു കളർ ചെയ്യുന്ന രീതിയാണല്ലോ ഹെന്ന എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്ന രീതിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു റെഡിഷ് പോലത്തെ ഒരു കളറായിരിക്കും കിട്ടുന്നത്. എനിക്ക് മുടിയിൽ ഹെയറിൽ നിറയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു റെഡിഷ് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഹെയർ കളർ ഒക്കെ ചെയ്യുമല്ലോ, അപ്പൊ ഹെയർ കളർ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹെന്ന പോലത്തെ സാധനങ്ങൾ നമ്മൾ മേടിച്ച് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അതാവുമ്പോൾ നമ്മളെ ഹെയറിന് ഡാമേജും വരത്തില്ല. എന്ന കളറാണോ എന്ന് ചോദിച്ചാൽ ഒരു കളർ ചെയ്ത ഫീലും കിട്ടും. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഹെന്ന പൗഡർ മാത്രമല്ല, ഹെന്ന പൗഡറും അതിന്റെ കൂടെ ഇൻഡിഗോ പൗഡറും കൂടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹെന്ന മാത്രം യൂസ് ചെയ്താൽ പ്രോപ്പർ റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടുമായിരിക്കും. പക്ഷെ ഇൻഡിഗോ പൗഡറും കൂടി യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു നാച്ചുറൽ കളർ ഷെയ്ഡ് നമുക്ക് വരും. ഒരു നല്ല കുത്തുന്ന റെഡിഷ് കളറാണല്ലോ കൂടുതലും ഹെന്ന യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇൻഡിഗോ പൗഡറും കൂടി യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഹെയർ, ശരിക്കും ഒരു നാച്ചുറൽ ഹെയർ കളർ ചെയ്ത ഒരു ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് ഇതാണ് ആൽപ്സ് ഗുഡ്നെസിന്റെ ഹെന്ന പൗഡർ. അതേപോലെ തന്നെ ഇതാണ് ആൽപ്സ് ഗുഡ്നെസിന്റെ ഇൻഡിഗോ പൗഡർ. ഈ രണ്ടും ആണ് ഞാൻ എടുക്കുന്നത്. ഇത് purple.com അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ശരിക്കുള്ള റേറ്റിന് നല്ല കുറവിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പർപ്പിൾ അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത സ്റ്റോറുകളിലോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലോ ഒക്കെ ഈ സെയിം ബ്രാൻഡിന്റെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഹെന്ന പൗഡറും അതേപോലെ തന്നെ ഇൻഡിഗോ പൗഡറും നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലാണെങ്കിലും ഫാൻസിലൊക്കെ കിട്ടുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ട മെയിൻ സാധനങ്ങൾ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറുനാരങ്ങ വേണം, അതേപോലെ തന്നെ ഒരു മുട്ട വേണം, പിന്നെ കുറച്ച് കോഫി പൗഡർ വേണം, പിന്നെ നമ്മുടെ ചായപ്പൊടി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായി തിളപ്പിച്ചത്, അതായത് ഒരു 2 സ്പൂൺ ചായപ്പൊടി വളരെ കുറച്ച് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചെടുത്ത് അത് തരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ട് ചൂടാറ്റിയിട്ട് അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണം. പിന്നെ അതേപോലെ തന്നെ കാപ്പിപ്പൊടി വേണം. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. മുട്ട, ചെറുനാരങ്ങ, ചായപ്പൊടി വെള്ളം, അതേപോലെ തന്നെ കോഫി പൗഡർ, ഹെന്ന പൗഡർ, ഇൻഡിഗോ പൗഡർ. ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഷുവർലി നമ്മുടെ ഹെയറിന് നല്ലൊരു ഹെയർ കളർ കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് ഇപ്പൊ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 6, 7, 8 hours ഒക്കെ കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം അതുവരെ നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് ഇതെല്ലാം സെറ്റ് ആയിട്ട് ആ ഒരു കളറിലേക്ക് എത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ എടുത്ത് തലയിൽ തേക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ ഇത് എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് മറ്റേ സോന പപ്പടിന്റെ പാത്രമാണ്. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ആവശ്യത്തിന് ഹെന്ന പൗഡർ ആഡ് ചെയ്യാം. ഇതാണ് ഹെന്ന പൗഡർ വരുന്നത്. ഞാൻ അതിന്റെ അകത്തുനിന്ന് എടുത്തതാണ്. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ആഡ് ചെയ്യാം. എൻ്റെ ഹെയറിലോട്ട് വേണ്ടത് ഏകദേശം ഒരു കണക്ക് എനിക്കറിയാം. ആ ഒരളവിനെ ഞാൻ ആഡ് ചെയ്യുന്നു കേട്ടോ. ഞാൻ ഇത്രയും ഹെന്ന പൗഡർ ഇപ്പം എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഹെന്ന പൗഡർ എടുത്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെന്ന പൗഡർ നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി മാത്രം ഇൻഡിഗോ പൗഡർ നമ്മൾ എടുക്കുക. കാരണം ഹെന്ന പൗഡർ അത്ര എടുത്താൽ ഇത് ആ ഒരു കളർ നമുക്ക് കിട്ടത്തില്ല. ഹെന്ന പൗഡർ എത്ര എടുത്തോ അതിന്റെ പകുതി മാത്രം നമ്മൾ ഇൻഡിഗോ പൗഡർ എടുത്താൽ മതി. ഓക്കെ, നമുക്കിത് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. പിന്നെ ഹെന്ന പൗഡർ എടുത്തതിന്റെ പകുതി ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ട്. ഹെന്ന പൗഡർ എത്രയാണോ എടുത്തത് അതിന്റെ പകുതി ഇൻഡിഗോ പൗഡർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം.
കാപ്പിപ്പൊടി ഞാൻ ഇപ്പം 1 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ കാപ്പിപ്പൊടി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ചും കൂടി കളർ നല്ല രീതിക്ക് ഹെയറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ അതേ 2ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീര് താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഹെന്ന ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു മിക്സ് നിങ്ങൾ തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലുള്ള താരനൊക്കെ നല്ല മാറ്റം ഉണ്ടായിരിക്കും. എനിക്ക് തലയിൽ താരനുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം താരനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് താരൻ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. താരനുള്ളവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കുക. എന്തായാലും ഹെയറിന് ഹെൽത്തിയാണ് ഇത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. അപ്പൊ ഇതിൽ ഞാൻ ചെറുനാരങ്ങ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് മുട്ടയാണ്. ഒരു മുട്ട മൊത്തത്തിൽ മഞ്ഞ അടക്കം ഇതിലോട്ട് ആഡ് ചെയ്യണം. ഞാൻ ചിലവരൊന്നും മഞ്ഞ ആഡ് ചെയ്യുന്ന ഞാൻ കണ്ടില്ല, സ്മെല്ല് വരുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് ഇത് കഴുകി കളയുമ്പോൾ ഷാമ്പു ഇട്ടിട്ടാണ് കഴുകി കളയുന്നത്. അപ്പൊ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ മുട്ട മൊത്തത്തിൽ ഇട്ടെന്ന് വെച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് പറയുന്നത്. എനിക്ക് ഇതുവരെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇത് പേടിക്കണ്ട കേട്ടോ. നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ ഉള്ള ഈ മിക്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് കളയാറ്. ശരിക്കും പറഞ്ഞാൽ ഷാമ്പു മാത്രം മതി, കണ്ടീഷണറിന്റെ പോലും ആവശ്യമില്ല. ഇത് ഇടുമ്പോൾ മുടി നല്ല കണ്ടീഷൻ ആവും. ഒരു കണ്ടീഷണർ ആയിട്ട് ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ഹെയർ ആവും. എല്ലാവരുടെ ഹെയർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ഹെയർ അങ്ങനെ ആവാറുണ്ട്. അപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം അത് ഇങ്ങനൊരു പരുവത്തിലാണുള്ളത്. ഇത് കാണുമ്പോൾ പലതും ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഇത് ഇത്രയും മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് ഫസ്റ്റ് മിക്സ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായപ്പൊടീൻ്റെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ മിക്സ് ആക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചത്. അപ്പം നമുക്ക് ഇതിലോട്ടിനി ചായപ്പൊടീൻ്റെ വെള്ളം ഒഴിക്കാം. നിങ്ങൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കൈ വെച്ച് മിക്സ് ചെയ്യരുത് കേട്ടോ. ഇതുപോലത്തെ എന്തെങ്കിലും ഫോർക്കോ സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്യുക. കാരണം കയ്യിലാവണ്ടല്ലോ. നമുക്ക് ഇത് ചായപ്പൊടീൻ്റെ വെള്ളം കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ചായപ്പൊടി നന്നായി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുത്തതാണ്, എന്നിട്ട് ചൂടാറ്റി എടുത്ത്. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ഇത് ആഡ് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ കളറ്? കണ്ടോ? ആവശ്യത്തിന് ആഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അതേ കുറേയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയും കട്ടിയിലാവരുത്. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ വീഴാത്തൊരു നല്ലൊരു കട്ടിയുണ്ട്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ചായപ്പൊടീൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്താൽ മതി, എപ്പോഴും ആഡ് ചെയ്യണ്ട കേട്ടോ. അതായത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. കാരണം മൊത്തത്തിൽ ഒഴിച്ച് ചിലപ്പം ഇത് പെട്ടെന്ന് വെള്ളം പോലെ ആയിപ്പോവും. അപ്പം നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാക്കിയതിന് ശേഷം ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം അതേ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് കൂടുതൽ ചെരിച്ച് ചിന്തിപ്പോവും, അതുകൊണ്ട് ഞാൻ ചെരിക്കുന്നില്ല. കണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ നേരത്തെ വീണില്ലായിരുന്നല്ലോ, ഇപ്പം കണ്ടോ വീഴുന്നേ. അപ്പം ഇത് നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു 7 or 8 hours ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം 7 hours റെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. ഇപ്പം നമ്മുടെ കയ്യിലായാലും വലിയ പ്രശ്നമില്ല. പക്ഷെ ഇത് 7 hours കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലായാൽ കൈയൊക്കെ ഓറഞ്ച് കളറാവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഗ്ലൗസ് ഒക്കെ മേടിച്ചിട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയും കേട്ടോ. അതേപോലെ തന്നെ ഹെയറിൽ ബ്ലാക്ക് കളർ ചെയ്യണം എന്നുള്ളവർക്ക് ഇത് സത്യം പറഞ്ഞാൽ ഹെന്ന ആദ്യം ഇതുപോലെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ഇൻഡിഗോ പൗഡർ രണ്ടാമത് ഹെയറിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എന്തോ തേച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറാവും എന്നൊക്കെയാണ് പറയുന്നത്. അതെനിക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഒരു ഷെയ്ഡ് വരുന്ന, ഞാൻ യൂസ് ചെയ്യുന്നത് മുടി നരച്ചിട്ടുള്ളതിനോ ഒന്നുമല്ല, ഹെയറിന് ചെറിയൊരു റെഡിഷ് കളർ കിട്ടാനും. ഓൾറെഡി എൻ്റെ ഹെയർ ഒരു ബ്രൗൺ കളറാണ്. അപ്പം ആ ഒരു ബ്രൗൺ കളർ കുറച്ചുകൂടി എടുത്ത് കാണിക്കാനും
അതേപോലെ തന്നെ താരനും. ഇൻഡിഗോ പൗഡർ എന്ന് പറയുന്നത് താരന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എനിക്കിത് തേച്ചിട്ട് എൻ്റെ തലയിലുണ്ടായിരുന്ന താരൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഉറപ്പായിട്ടും നിങ്ങളെ ഹെയർ ഫോള്, അതേപോലെ തന്നെ ഡാൻഡ്രഫ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളിത് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്. കാരണം ബാക്കിയുള്ളവർക്കും കൂടി കാണുമ്പം ഇത് ഓക്കെ ആണെങ്കിൽ അറിയാലോ. പിന്നെ ഇതിൽ എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യാറുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി നെക്സ്റ്റ് ടൈം എനിക്ക് അത് ആഡ് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടാക്കാം. ഞാൻ ആഡ് ചെയ്യുന്ന ഇത്രയും ഐറ്റംസ് ആണ്. എനിക്കിത് വെച്ചിട്ട് തന്നെ പ്രോപ്പർ റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 8 hours റെസ്റ്റ് ചെയ്തിട്ട് 8 hours കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഗൈസ് 9 hours ശേഷം വന്നിരിക്കുകയാണ് ഞാൻ. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. കാണിച്ചിരുന്നതിന് മുമ്പ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? ഗ്ലൗസ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഗ്ലൗസ് ഇടണം. അപ്പം ഞാൻ ഇത് ഗ്ലൗസ് മേടിച്ചിട്ടുണ്ട്. ഞാൻ ഗ്ലൗസ് ഇടട്ടെ. ഗ്ലൗസ് ഇടാണ്ട് ഇത് ചെയ്താൽ എൻ്റെ പൊന്നു മക്കളെ നിങ്ങളുടെ കൈ മൈലാഞ്ചി ഇട്ടേരും കഷ്ടമായിപ്പോൾ. കൈ മൊത്തത്തിലായിരിക്കും ഓറഞ്ച് കളറാവുന്നത്. നമ്മൾ മൈലാഞ്ചി ഇടുമ്പം കയ്യിൽ കുറച്ചാവുന്നത് ഓക്കെ, പക്ഷേ കൈ മൊത്തത്തിലായ ഭയങ്കര വൃത്തികേടായിരിക്കും. അങ്ങനല്ലേ നമ്മൾ ഗ്ലൗസ് ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ ഇത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 9 hours കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഈ 9 hours ഇത് ഞാൻ റെസ്റ്റ് ചെയ്തു. 9 hours അങ്ങനെ ഇത്രയെങ്കിലും, അതായത് 8-9 മണിക്കൂറൊക്കെ വെച്ചാലേ ഇത് സെറ്റ് ആവത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്താണേലും ഇത് ഉപയോഗിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയിട്ട് ഒരു 8-9 മണിക്കൂർ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ഇത് കണ്ടോ, ഞാൻ വെള്ളം ഒഴിച്ച് നല്ല ലൂസാക്കിയ സാധനമാണ് ഇപ്പം കണ്ടിരിക്കുന്നത്. കട്ടിയായിട്ട് കണ്ടോ, ഇത്രയും കട്ടിയായി. ഞാൻ അത്രയും വെള്ളമാക്കി വെച്ചതായിരുന്നു. നല്ല മൈലാഞ്ചി ടെക്സ്ചറിലായി, മൈലാഞ്ചി പരുവം. അപ്പം ഞാൻ ഇത് എങ്ങനെ തേക്കുന്നതെന്ന് കാണിച്ചു തരാം. കുറച്ച് കാണിച്ചു തരാം, ബാക്കി ഞാൻ തേച്ച് കഴിഞ്ഞ ശേഷം കാണും. കാരണം മൊത്തം ഞാൻ ഇവിടെ ഇരുന്ന് തേച്ചാൽ ശരിയാകത്തില്ല. എനിക്ക് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് വേണം തേക്കാൻ. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്നത് കാണിച്ചു തരാം. ഇതുപോലെ നമ്മുടെ തലയോട്ടിയിൽ വേണം നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ. കാരണം താരൻ മാറുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഹെയറിൽ മാത്രം തേച്ച് കഴിഞ്ഞാൽ ഹെയർ കളർ ചേഞ്ച് ആവും. പക്ഷേ തലയോട്ടി തേച്ചാലാണ് താരനും കാര്യങ്ങൾക്കൊക്കെ ഇത് താരനൊക്കെ കുറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഹെയർ ഫോളിനെയും അതേപോലെ തന്നെ ഡാൻഡ്രഫിനെയും എല്ലാത്തിനെയും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അല്ലാണ്ട് ഹെയർ കളർ മാത്രമല്ല, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഞാൻ ഇതുപോലെ ഹെയറിൽ നിങ്ങൾ നമ്മളെ തലയോട്ടില്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ. അതേപോലെ ഇപ്പുറത്തേക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു റൂട്ടായല്ലോ. നമ്മൾ അടുത്ത റൂട്ട് ഇങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഇവിടെ തേക്കുമ്പോൾ തന്നെ കുറച്ച് ഇപ്പുറത്ത് കിട്ടി കാണും. അടുത്ത് നമ്മളിങ്ങനെ കുറച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് മാറ്റുക. നിങ്ങൾ അഴുക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം ഇരിക്കാൻ. ഡ്രസ്സിലൊക്കെ ആവും. വൈറ്റ് ഡ്രസ്സൊന്നും ഇട്ടിട്ട് ആരും ഇത് തേക്കാതിരിക്കരുത്. ഇനി അടുത്ത മുടീൻ്റെ റൂട്ട് എടുത്തു നമുക്കിത് അവിടെ തേച്ചെടുക്കാം. അവിടെയൊക്കെ ആയിട്ടുണ്ടെന്നാലും തേച്ചെടുക്കാം. ഈ നമ്മുടെ മുഖത്തും ദേഹത്തും ഒന്നും ആകത്തില്ല, കൈൻ്റെ ഉള്ളനടിയിൽ മാത്രമേ ആകത്തുള്ളൂ. ഇതുപോലെ നമ്മളിങ്ങനെ ഓരോ എടുത്ത് നമ്മൾ ഫുൾ തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഫുൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി കാണാം. ഓക്കെ, ഇല്ലെങ്കിൽ എനിക്ക് ഫോണിൽ നോക്കിയിട്ട് ഇത് ചെയ്യാൻ പാടാണ്. അപ്പം തലയോട്ടി മാത്രമല്ല, നമ്മൾ ഇതിപ്പോൾ തലയോട്ടിയിൽ മൊത്തം തേച്ച് കഴിഞ്ഞ ശേഷം തേച്ച കുറച്ച് ഹെയർ ഇങ്ങനെ എടുക്കും. ആദ്യം തലയോട്ടിയിൽ മൊത്തം ആക്കണം. എന്നിട്ട് ഇങ്ങനെ ഹെയർ എടുത്തിട്ട് ഹെയറിൽ ഇതേപോലെ ഇങ്ങനെ എടുത്തെടുത്ത് തേച്ച് കൊടുക്കുക. അപ്പോൾ ഹെയറിൽ ഫുള്ളാവും. എന്നിട്ട് ഈ തേച്ച ഹെയർ മാറ്റുക, അടുത്ത ഹെയർ എടുക്കുക, അതിൽ തേക്കുക. ഈ തേച്ചത് ഇങ്ങനെ മാറ്റി പോവാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തേക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ അമ്മമാരോടോ സിസ്റ്റേഴ്സിനോടോ ആരോടെന്ന് വെച്ച് നിങ്ങൾക്ക് തേച്ച് തരാൻ പറയാം. ഓക്കെ, അപ്പം എനിക്കിത് ഒറ്റയ്ക്ക് ശീലമുള്ളതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തേക്കുന്നത്. നിങ്ങൾക്ക് പാടാണെങ്കിൽ ആരെങ്കിലും തേച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇങ്ങനെ
ആക്കി കൊടുത്താൽ മതി തേച്ചിട്ട്. അപ്പോൾ എല്ലായിടത്തും എത്തിക്കോളും. ഇപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള തലയോട്ടിയിൽ മൊത്തത്തിൽ എത്തിക്കാണും. അപ്പോൾ ഇനി ഞാൻ ഫുൾ തേച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഗ്ലൗസൊക്കെ ഊരിയിട്ട് ഞാൻ വരാം. ഗൈസ്, അങ്ങനെ ഞാൻ തലയിൽ ഫുൾ തേച്ചിട്ടുണ്ട്. മുടിയിൽ അതേപോലെ തന്നെ തലയോട്ടിയിൽ എല്ലാം ഫുൾ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഫുൾ ഹെയറിലും തേച്ച് വെച്ചിട്ട് നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ ഗ്ലൗസ് ഇട്ടുകൊണ്ടെന്ന് എൻ്റെ കയ്യിലൊന്നും ആയില്ല. പക്ഷെ നിങ്ങൾ ഗ്ലൗസ് ഇടാണ്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൈ മൊത്തത്തിൽ നിങ്ങളുടെ ഓറഞ്ച് അങ്ങനത്തെ ഒരു കളറായി മാറും. എൻ്റെ ഗ്ലൗസ് തന്നെ ഓറഞ്ച് കളറായി. നീല ഗ്ലൗസാണ് ഇട്ടിരുന്നത്. ആ നീല ഗ്ലൗസ് കളറൊക്കെ മാറി. അപ്പം അതിൽ വരെ അത്രയും കളറ് പിടിച്ചു. അപ്പം ഞാൻ ആലോചിച്ച് നോക്കാം, അപ്പം നമ്മളെ കയ്യിലെന്തോരം പിടിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് ഉണങ്ങി സെറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഒന്ന് ഉണങ്ങി നമുക്ക് തൊടുമ്പോൾ ഇങ്ങനെ കയ്യിലാവാത്ത രീതിയിൽ ഉണങ്ങുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഉണങ്ങിയിട്ട് കാണാം ഇനി. ചൂട് മൊരുമൊരുവാന്നുള്ള പപ്സ്, ക്രഞ്ചി പപ്സ്. അപ്പോഴേ ഹെയർ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ടച്ച് ചെയ്യുമ്പോൾ ഒന്നും കയ്യിലൊന്നും ആവുന്നില്ല. നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഒരു 1.5 hours കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായി ഉണങ്ങിയിട്ടേ. ടച്ച് ചെയ്തിട്ടൊന്നും കയ്യിലാവാത്ത രീതിയിൽ ഇങ്ങനെ ഉണങ്ങണം കേട്ടോ. അപ്പം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ വാഷ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ വാഷ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ഈ ഇതിപ്പോൾ മുടി എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും ചെന്നിട്ട് ഇത് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ വലിച്ചിതാക്കാൻ നോക്കരുത്. കാരണം നമ്മുടെ ഈ മുടിയെല്ലാം പൊട്ടിപ്പോരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പോയിട്ട് ഈ ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ തന്നെ ഇത് താന്ന് വരാൻ നല്ല പാടാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മുടി ഇങ്ങനെ തല ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കി വെച്ചിട്ട് നമ്മൾ കപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മുടിയിൽ ഫുള്ള് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് പൊതിർത്താൻ വെക്കാം. നമ്മളെ മുടി മൊത്തത്തിലൊന്ന് പൊതിർത്താം. അപ്പം നമ്മൾ ഫുൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തല ഫുള്ളൊന്ന് പൊതിരുമ്പോൾ നമ്മുടെ ഈ കെട്ടായിട്ട്, അതായത് ഈ ഒട്ടിയിരിക്കുന്ന ഒട്ടലെല്ലാം ഒന്ന് പോരും. ഒട്ടലൊക്കെ മാറിയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. അതായത് മൊത്തത്തിൽ പോവും. അതിനുശേഷം നമ്മുടെ മുടി അപ്പം തന്നെ ഇങ്ങനെ അയിഞ്ഞ് വരും. നമ്മൾ ഹെയർ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഹെയറിൽ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പൊതിർത്തുക. എന്നിട്ട് മാത്രം നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് നമ്മൾ ഇതെല്ലാം കഴുകി കളയുക. ഇത് മൊത്തം കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി. കണ്ടീഷണർ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെയ്യണ്ടെങ്കിൽ വേണ്ട. നല്ല സ്മെല്ലുള്ള ഷാമ്പു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക, ഷാമ്പു ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയുക. പിന്നെ അപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെല്ലാം സെറ്റായി. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. അപ്പം ഞാൻ വാഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം, കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഹലോ, അപ്പം ഞാൻ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. മുടിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കളറ് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്താണേലും നല്ല സെറ്റ് ആയിട്ടുണ്ട്. കളർ ഷെയ്ഡ് മനസ്സിലാവുന്നുണ്ടോ? എത്രത്തോളം ഇതിൽ വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. നല്ല മൊത്തത്തിൽ എനിക്ക് എൻ്റെ സ്കാൽപ്പ് ആണെങ്കിൽ പോലും നല്ല ക്ലിയർ സ്കാൽപ്പായിട്ടുണ്ട്. ശരിക്കും ഫുൾ ഡാൻഡ്രഫും എല്ലാം പോയി നല്ല സെറ്റ് ഹെയർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടീഷണർ ഇട്ടില്ല, ഷാമ്പൂ ഓൺലി. അപ്പോൾ നോക്കൂ, ഇതിപ്പോൾ ഇതിൽ എത്ര വിസിബിളാന്ന് എനിക്കറിയില്ല. ഈ തുമ്പത്തേക്ക് കുറച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ട് ഹെയർ കളർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫിനും ഹെയർ ഫോളിനും എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെമഡിയാണ് ഈ ഒരു
ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹെന്ന പാക്ക് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരുപാട് പേര് എങ്ങനെയാണ് ഹെന്ന യൂസ് ചെയ്യേണ്ടതെന്നും ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പം ഓക്കെ, ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. പിന്നെ കമന്റും ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇതേപോലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.